തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കുള്ളത്. എന്താണെന്ന് നോക്കാം. If the polynomial p of x is the product of the polynomial q of x and r of x, then we say that the polynomial q of x and r of x are factors of the polynomial p of x. എന്താണ് ആ സെന്റൻസ് മീനിങ്? എന്താണ്? ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ്, ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പോളിനോമിയലിനെ നമുക്ക് വേറെ അതിലും ഡിഗ്രി താഴെയുള്ള രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയാൽ, ഓക്കെ, ആ തന്നിരിക്കുന്ന പോളിനോമിയൽസ് ആണ് എന്തൊക്കെ? ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും. ഓക്കെ, സോ പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയാൽ we can say that q of x and r of x are factors of p of x. That is, if p of x equal to product means എന്താണ്? multiplication അല്ലേ? So if p of x equal q of x into r of x, okay, so p of x നെ നമുക്ക് q of x into r of x എന്ന് എഴുതാൻ പറ്റിയാൽ then നമുക്ക് ഈ q of x നെയും r of x നെയും എന്താണെന്ന് പറയാം? they are the factors of പി ഓഫ് എക്സ്. ഈ ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും എന്തായിരിക്കും? പി ഓഫ് എക്സിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സാധാരണ റിയൽ നമ്പേഴ്സിലും റാഷണൽ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഫാക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരെണ്ണം പറയുകയാണ്. ഇപ്പോൾ 15, ഓക്കെ, സോ 15 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും അല്ലേ? എന്തൊക്കെയാണ് നമ്പേഴ്സ്? ഓക്കെ, ദ ട്രിവിയൽ എക്സാമ്പിൾ ഈസ് 3 into 5 അല്ലേ? സോ 3 into 5. നമുക്ക് 15 3 into 5 എന്നൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഓൾസോ നമുക്ക് എങ്ങനെ കാണിക്കാം? 1 into 15 എന്നും പറയാമല്ലോ അല്ലേ? സോ ദിസ് ഈസ് ഓൾസോ അനദർ എക്സാമ്പിൾ. സോ 1 into 15 എന്ന് നമുക്ക് എന്തിനെ എഴുതാം? 15 എഴുതാം. സോ ഇവിടെ നമ്മൾ പറയുമായിരുന്നു, കുഞ്ഞു ക്ലാസ്സിൽ പറയും, ദെൻ 3 and 5 ആർ ഫാക്ടേഴ്സ് ഓഫ് 15 അല്ലേ? 3ഉം 5ഉം എന്താണ്? 15ൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയും. സിമിലർലി 1ഉം 15ഉം എന്താണ്? 15ൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയും അല്ലേ? ഇങ്ങനെയായിരുന്നു നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഫാക്ടേഴ്സ് ഇൻ ദി കേസ് ഓഫ് നമ്പർ പഠിച്ചത്. ഇതേ കാര്യം തന്നെ നമ്മൾ സിമിലർലി എവിടെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ? പോളിനോമിയൽസിൽ ഡിഫൈൻ ചെയ്യുന്നു. സോ പോളിനോമിയൽസിൻ്റെ കേസിൽ എടുക്കുന്നതെല്ലാം എന്തായിരിക്കും? പോളിനോമിയൽസ് ആയിരിക്കും. സോ ഇഫ് നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലെ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റിയാൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് ആർ ഫാക്ടേഴ്സ് ഓഫ് പി ഓഫ് എക്സ്. സോ ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് പോളിനോമിയൽസ് തന്നെയുള്ള ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളാണ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, സോ എക്സ് സ്ക്വയർ മൈനസ് 1 അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മളത് 9th-ലും 8th-ലും കുറച്ച് ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ടല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 1 എന്നാൽ എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണല്ലേ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. ഉറപ്പല്ലേ? കാരണം ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ് നമ്മളുടെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആണല്ലേ? എയുടെ പ്ലേസിൽ എക്സ് ആണ്, ബിയുടെ പ്ലേസിൽ 1 ആണ്. എന്തായിരുന്നു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐഡൻറ്റിറ്റി യൂസ്ഡ് ഹിയർ. സോ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1നെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എഴുതി. സോ ദ ഫാക്ടേഴ്സ് ആർ 1 factor is x plus 1 and another factor is x minus 1. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? നമ്മളിനി കുറച്ചൊരു പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഈ ഒരു പോളിനോമിയലിനെ ഞാൻ പി ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണേ. സോ പി ഓഫ് എക്സ് എന്ന് കരുതി ഞാൻ എന്ത് എഴുതുകയാണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു ഈ ഫാക്ടേഴ്സിൻ്റെ ഫോമിലുള്ള പി ഓഫ് എക്സ് ആയിട്ട് എഴുതുകയാണ്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്ന് ശ്രദ്ധിച്ചോളുക. ഞാനിവിടെ പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പോവാണേ. പി ഓഫ് 1. സോ പി ഓഫ് 1
എങ്ങനെയാ പി ഓഫ് 1 കണ്ടുപിടിക്കുക? ആ എക്സിന് പകരമാണ് ഇവിടെ 1. therefore പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എക്സിന് പകരം എല്ലായിടത്തും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? സോ പി ഓഫ് 1 എന്ത് വരും? ഇവിടുത്തെ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1 + 1 ഇൻറ്റു ദിസ് ഈസ് 1 മൈനസ് 1 ഈക്വൽ 1 + 1 എന്താണ്? 2 ഇൻറ്റു 1 മൈനസ് 1 എന്താണ്? ദാറ്റ് ഈസ് 0 ഈക്വൽ ടു 0. ഓക്കെ, സോ പി ഓഫ് 1 എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, ഇനി ഞാൻ ജനറലി ഇപ്പോൾ നമ്മൾ പി ഓഫ് 1 ആണ് കണ്ടുപിടിച്ചത്. ഇനി ഞാൻ നമ്മളുടെ അടുത്ത വാല്യൂ എന്താണ്? ഇവിടെ ഒരു 1ഉം -1ഉം ഉണ്ടല്ലേ. സോ ഞാൻ അടുത്തത് പി ഓഫ് -1 കണ്ടുപിടിക്കാൻ പോവാണേ. സോ പി ഓഫ് -1 ഈക്വൽ ടു എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് എന്താണ്? -1. സോ -1 + 1 ഇൻറ്റു എക്സ് -1 ദാറ്റ് ഈസ് -1 മൈനസ് 1. സോ -1 -1. ഓക്കെ, എക്സിന് പകരം -1 ദെൻ അഗെയിൻ -1. സോ ഈ വാല്യൂ നമുക്കൊന്ന് നോക്കാം. -1 + 1 എത്രയാണ്? 0 ഇൻറ്റു -1 that is -2. this is equal to 0. ഓക്കെ, അപ്പോൾ പി ഓഫ് 1ഉം പി ഓഫ് -1ഉം നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ പി ഓഫ് 1 0 ആൻഡ് പി ഓഫ് -1 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, നമ്മളിവിടെ +1ഉം -1ഉം ആയിരുന്നു അല്ലേ? സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 1ഉം -1ഉം എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 0 കിട്ടി അല്ലേ? അതായത് എക്സ് -1ഉം എക്സ് + 1ഉം വന്നപ്പോൾ ആ 1ഉം -1ഉം നമ്മൾ പി ഓഫ് എക്സിന് പകരം യൂസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0 കിട്ടി അല്ലേ? പി ഓഫ് 1 ദെൻ പി ഓഫ് -1 ആൻസർ 0 കിട്ടി.